അപ്പോൾ ഈ പോലീസ് സംവിധാനത്തെ നമ്മൾ ഒരു കാലത്തേക്ക് മാത്രമായി അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇവർ എത്രയോ വർഷമായി ഈ സംവിധാനം ഇങ്ങനെ അങ്ങ് ശീലിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ശ്രീജ, ഇവരെന്തെങ്കിലും ഈ 2016 ആണ്ടിൽ പിണറായി വിജയൻ കേരളൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല രൂപം കൊണ്ടുവന്ന ഒരു കാര്യമെങ്കിലും ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇവര് കേരളം രൂപീകരിക്കപ്പെട്ടത് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആരോഗ്യ മേഖലയിലെ നേട്ടമെല്ലാം അത് ഞങ്ങൾ പലപ്പോഴും കാലാകാലങ്ങളായി മാറി വന്ന. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഞാനെങ്ങനെ സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. താങ്കൾ മിണ്ടാതിരിക്കുക. ഞാൻ തീരുമാനിക്കും. അല്ല ശ്രീജ, എന്നെ ശാസിക്കണ്ട. ഞാൻ പറഞ്ഞത് താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഞാനെങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. രാഹുൽ പോയിന്റിലേക്ക് വരും. ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം കാണിച്ചോ ശ്രീജ? അദ്ദേഹം എന്തെങ്കിലും പ്രതിപക്ഷ ബഹുമാനം കാണിച്ചോ? ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കളിയാക്കണമോ ഞാൻ ആക്ഷേപിക്കണമോ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം 2016 കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടം എടുക്കുമ്പോൾ അത് മൊത്തം പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷേ പോലീസിന്റെ വീഴ്ചകൾ വരുമ്പോൾ കാലാകാലങ്ങളായി മാറി വരുന്നതാണ് എന്ന് പറയുന്ന ആ അഭിപ്രായത്തിന്റെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾക്ക് പൊള്ളിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം.